Come, baby. Have a sip. Good. എല്ലാരും ചെക്ക് ചെയ്യേ. ശരി. പൊക്കോളും, ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് വരാം. ശരി. ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തുന്തര്. സാർ കാർഡ് സാർ. ഹലോ, മേ കോൻ ഹേ മാലും. സോറി സാർ, ആസസ് കാർഡ് ഇല്ലാതെ ആരെ കത്തിക്കൊണ്ടിരുന്ന ഓർഡർ. എന്തോന്നിത്, VIP-കൾക്കും പാസ്സാ. പൊക്കോളൂ സാർ. നമ്മളവിടൊക്കെ എൻട്രി കടയൊക്കെ യവനായി. ഇനി ഭക്ഷണം കഴിക്കാൻ നേരത്ത് റേഷൻ കാർഡ് എടുത്തോണ്ട് വരാൻ പറയോ അവന്മാരൊക്കെ. എക്സ്ക്യൂസ് മീ സർ, സർ കാർഡ് സർ. സോറി സാർ, ആസസ് കാർഡ് ഇല്ലാതെ ആരെ അകത്തേക്കൂടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. സോറി. രാമു, ഹലോ രാമു നിക്ക്. മാഡം വരൂ. സോറി രാമു, പ്ലീസ് കം. സോറി പ്ലീസ്. വെൽക്കം. വരൂ പ്ലീസ്. നോ, ഇറ്റ്സ് ഓക്കെ. മോനെ കണ്ടിട്ട് മിടുക്കനാണല്ലോ. നല്ലൊരു പെണ്ണിനെ നോക്കാമായിരുന്നില്ലേ? നല്ല കല്യാണം നടക്കാൻ പോവല്ലേ? എനിക്കറിയില്ലേ, ജഗജാല കില്ലാടിയല്ലേ പയ്യൻ. താങ്ക്സ്. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തിനാ അങ്കിൾ അങ്ങനെയൊന്നും പറയണ്ട. നീ രക്ഷിച്ചത് എന്റെ മോളെയല്ല, എന്റെ പ്രാണനെയാണ്. എന്താ ഈ പറയുന്നേ? പെണ്ണിനെ കേറി പിടിച്ചവനെ കൊല്ലാതെ വെറുതെ വിട്ടു വന്നിരിക്കുന്നു. ഇനി അവനെ കണ്ട കൊന്നിരിക്കും ഞാൻ. അവനോട് സംസാരിക്കാൻ നിൽക്കാതെ വന്ന് ഫ്രഷ് ആവ്. ഹലോ, ആര്? നിന്റെ അന്തകൻ. എന്താടാ നീ പറയുന്നത്? തട്ടുകടയുടെ അടുത്ത് വെച്ച് നിന്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചത് ഞങ്ങൾ. ആരോ ഒരുത്തം വന്ന് അവളെ രക്ഷിച്ചോണ്ട് പോയി. ഇത്തവണ ആര് വിചാരിച്ചാലും ശരി, അവളെ രക്ഷിക്കാൻ കഴിയില്ലടാ. ഇനി 1 മണിക്കൂറിനുള്ളിൽ അവളെ കൊന്നിരിക്കും. ഹലോ, ഹലോ. എന്ത് പറ്റി അങ്കിൾ? ഒന്നുമില്ല മോനെ, മൂത്ത മോളെ പിരികയല്ലേ. മകളെ കല്യാണം കഴിച്ചേക്കുമ്പോ സന്തോഷം കൊണ്ട് കണ്ണീര് വരാം, പക്ഷെ ടെൻഷൻ കൊണ്ട് വേർക്കാറില്ല. കാര്യം പറയാമെങ്കിൽ ബിസിനസ്സിൽ ചെറിയ ഡിസ്റ്റർബൻസ്. ചെറിയ ഡിസ്റ്റർബൻസ്? തട്ടുകടയിൽ വെച്ച് അക്ഷരയെ തല്ലിയത് ചെറിയ ഡിസ്റ്റർബൻസ് അല്ല. ബന്ധുക്കളെക്കാൾ കല്യാണത്തിന് ബോഡി ഗാർഡ്സ് ആണ് കൂടുതലെങ്കിൽ അത് ചെറിയ ഡിസ്റ്റർബൻസ് അല്ല. ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ഇത്രയും വേർക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ ഡിസ്റ്റർബൻസ് അല്ല. എന്താണെന്ന് പറയുന്നത്? വിട്ടുകളയെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു കളഞ്ഞേക്ക്. അങ്കിൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ആകർഷ ഇഷ്ടമാണ്. അവൾക്ക് വേണ്ടിയും അവളുടെ ഫാമിലിക്ക് വേണ്ടിയും എൻ്റെ ജീവൻ കൊടുക്കാനും ആരുടെ ജീവൻ എടുക്കാനും ഞാൻ ഒരുക്കമാണ്. അങ്കിൾ, ഞാൻ ജീവിതത്തെ ഇതുവരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. എടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഒന്ന് അറിയണമല്ലോ. അവർ തന്നിരിക്കുന്ന 1 മണിക്കൂറല്ലേ? ഈ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കും അങ്കിൾ.
അതിലൊരു സംശയവും വേണ്ടെങ്കിൽ എന്തിനാ ചേട്ടാ ഇങ്ങോട്ട് വന്ന്? ആരോ ഒരുത്തൻ ഫോൺ ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ ഭയന്ന് മാറേണ്ട ആവശ്യമുണ്ടോ? ഇത് ഭയമല്ല, ശ്രദ്ധയാണ്. നമ്മളിവിടെ ഉണ്ടാവുന്നവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. അവിടെയുള്ള പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? അവര് പെണ്ണിനെയാണ് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ മാരേജ് കഴിഞ്ഞ് ഒരിക്കലും അങ്കിളിനെ വിളിച്ചിട്ടുമുണ്ടാവില്ല, ഫോൺ ചെയ്തിട്ടുമുണ്ടാവില്ല. വാർണിംഗ് തന്നിട്ട് കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് ഈ സ്ഥലം നന്നായിട്ട് അറിയാമെന്ന് ഉറപ്പാണ്. ഇതൊരു പുതിയ സ്ഥലമായതിനാൽ ഇങ്ങോട്ട് വരുന്ന ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും. ഒരുപക്ഷെ ഇങ്ങോട്ട് വന്ന് റിസ്ക് എടുക്കാനാണെങ്കിൽ ഇവിടുന്ന് ഒരുത്തനും പ്രാണനും കൊണ്ട് തിരിച്ചു പോവില്ല. ഇവൻ പറയുന്നൊക്കെ കാര്യമാക്കുന്ന എന്തിനാ? ഇവനാരാ? ഇവനോട് എന്ത് ചെയ്യാനാ? ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, കഴുതയുടെ ഒരു കുടം പാലിനേക്കാൾ പശുവിന്റെ ഒരു തുള്ളി പാലിനാണ് ഗുണം കൂടുതൽ. എന്താ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വിവരമില്ലെന്ന് മനസ്സിലായി. അട്ടഹസിക്കാനല്ലാതെ തലയ്ക്കകത്ത് ആൾ താമസമില്ലെന്ന്. മടക്കഴുതകൾക്ക് പടക്കുതിരകളോട് മത്സരിക്കാനാവില്ലെന്ന് കേട്ടിട്ടില്ലേ? ഡയറക്റ്റായി നിന്നെ കൊന്ന നീ സമാധാനത്തോടെ ചാകും. ഓരോ നിമിഷവും നീ മരണത്തെ പറ്റി പേടിച്ചുകൊണ്ട് ചാകണം. അതുകൊണ്ടാ പറഞ്ഞിട്ട് കൊല്ലാൻ പോകുന്നത്. ഏയ്, ആരാടാ നീ? നീ ആരാണെന്ന്? എന്താടാ നീ ഭീഷണിപ്പെടുത്താണോ? ആരെയെങ്കിലും കൊല്ലാൻ നടക്കുന്നവന് 5 മിനിറ്റ് ഇടവിട്ട് ഫോൺ ചെയ്യാൻ നിൽക്കൂടാ. കണ്ണിൽ നിന്ന് തീ പാറിച്ചുകൊണ്ട് വാൾ ഊരിയെടുത്ത് നെഞ്ചത്ത്
നോക്കാൻ. പവർ പ്രോജക്റ്റിൽ കൊന്ന IAS ഓഫീസറുടെ കുടുംബമാണോ? ഇനിയും ഇനിയും റോഡ് പ്രോജക്റ്റിന് വേണ്ടി ഒരു കുടുംബത്തെ തകർത്തിരുന്നു. അവരാണോ നിങ്ങൾ? ലക്കില്ലാതെ താൻ ചെയ്ത തെറ്റുകൾ തുടരെ ചെയ്ത പാപം തന്നെ കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ല. ആദിത്യപുരത്തെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ കുറിച്ച് അമ്മുവിനെ ഓർമ്മയുണ്ടോ നിനക്ക്? എന്റെ തെറ്റ്, എന്റെ ക്രൂരത, തെറ്റ്. ഞാൻ സമ്മതിക്കുന്നു. എന്നെ കൊല്ലരുത്, എന്നെ രക്ഷിക്കണം, പ്ലീസ്. എന്നെ കൊല്ലരുത്. മനുഷ്യനോട് ക്ഷമിക്കുന്നത് ദൈവം മാത്രമാണ്. ഞാൻ ദൈവവുമല്ല, എനിക്ക് ക്ഷമിക്കാനും അറിയില്ല.